ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ദിസ് ഇസ് ദ 13th ഡേ ഓഫ് മൈ ചലഞ്ച്. 13ാമത്തെ ദിവസമാണ്. സോ ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞു. ഞാൻ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനോട് പോകാം. ഞാൻ താഴെ ഇരുന്ന് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ ഞാൻ കുറേ പണി ചെയ്തതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു നടുവേദന ഉണ്ട്, ഒരു വേദന ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, സഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ താഴെ ഇരിക്കുന്നില്ല. എന്തായാലും താഴെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ക്ലാസ്സിൽ പോകണം. ഇന്ന് 10 മണിക്കാണ് ക്ലാസ്സിൽ പോകണം. അപ്പോൾ എന്തായാലും താഴെ ഇരിക്കാതെ മേളിൽ ഇരുന്ന് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതൊരു കുഷ്യൻ പോലെ ഞാൻ വെച്ചിട്ട് മേളിൽ ഇരുന്നത് കൊള്ളാം. അപ്പം ഈ ഒരു പ്രഷറില്ല താഴെ ഇരിക്കുന്നതിൻ്റെ. അപ്പോൾ ഗൈസ്, ഞാൻ മെഡിറ്റേഷനും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്നിരുന്ന് എഴുതി വരയ്ക്കാൻ തുടങ്ങി. കുറേ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ സമയം കിട്ടുമ്പോൾ വരച്ചാലേ ഇത് തീരത്തുള്ളൂ. അപ്പോൾ ഇത് വരച്ച് തീർത്തിട്ട് കൊണ്ട് വെക്കണം. ബിക്കോസ് ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. സാറ്റർഡേ പോവും. അപ്പോൾ എനിക്കിത് അതിന് മുമ്പ് കാണിക്കണം. അതല്ലെങ്കിൽ തന്നെ ഇത് 5th ആണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്. ആക്ച്വലി 5th എന്ന് പറയുമ്പം സൺഡേ ആണ്, പക്ഷേ നമ്മളതിന് മുമ്പ് കാണിക്കണം. അപ്പോൾ ഞാൻ ഈ വീക്ക് എങ്ങനെയെങ്കിലും വരച്ച് തീർത്തിട്ട് കൊണ്ട് കാണിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ കോഫി കുടിച്ചില്ല. കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ടായിരിക്കും. എനിക്കെന്തോ ഒരു തലയ്ക്കൊരു ക്ഷീണം പോലെ ഉണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല, ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കാതെ കടന്ന. അപ്പോൾ മേ ബി അതായിരിക്കാം, അറിയാൻ വയ്യ. എന്തായാലും പോയി കോഫി ഇട്ട് കുടിക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ കഴിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് വിശപ്പായി രാവിലെ. ഞാൻ വിചാരിച്ച് കഴിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു രീതിയിൽ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ദോശക്കല്ല് സഹകരിക്കുന്നില്ല. പാനിനകത്ത് ഞാൻ വേറെ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ നേരത്തെയൊക്കെ ചുട്ടിട്ടും ഞാൻ മറ്റേ എണ്ണയിട്ടൊക്കെ തടവി നല്ല രീതിയിൽ ആക്കുമ്പോഴത്തേക്ക് നല്ല ദോശ വരുന്നതായിരുന്നു. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന പോലുള്ള ദോശ വരത്തില്ല, നല്ല മുരിഞ്ഞൊക്കെ വരുന്ന രീതിയിൽ. നെയ്റോസ്റ്റ് പോലൊന്നും വരാറില്ല. അപ്പം എന്തായാലും നമുക്ക് വേറെ ദോശപ്പാൻ വാങ്ങിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തേക്കില്ല. അപ്പം എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനീ ഇതെല്ലാം കഴിച്ചിട്ട് കോളേജിൽ പോകണം, റെഡി ആവണം. അപ്പോൾ കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. ഏകദേശം ഇപ്പം 9:30 കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ കുറേ നേരം ഇപ്പം വരച്ചുകൊണ്ടിരുന്ന് സമയം പോയി അറിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് പോയി റെഡി ആയതാണ്. പിന്നെ ഫുഡ് കഴിച്ചു ഗൈസ്. പക്ഷേ ആ ദോശ ഞാൻ കറക്റ്റായിട്ട് ദോശയായിട്ട് അമ്മ ചുടുന്ന പോലെ ആ മുരിഞ്ഞ് വരാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. എനിക്കൊന്ന് പാൻ്റെ തന്നെ പ്രശ്നമാണ്. അതോ ഇനി ചൂട് കൂട്ടിയും കുറച്ചും ഒക്കെ നോക്കി. ബട്ട് നോ, എന്തായാലും നമ്മൾ കഴിച്ചു. നല്ല ദോശയായിരുന്നു, ദോശ കഴിക്കാൻ നല്ലതായിരുന്നു. ബട്ട് സാരമില്ല, നമ്മളിനി നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ ദോശ കഴിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം ഞങ്ങൾക്ക് രാവിലെ 10 മണിക്കാണ് ക്ലാസ്. എനിക്ക് ഉച്ചയ്ക്ക് ഫാർമക്കോളജി ഉണ്ട്, പ്രാക്ടിക്കൽ. അപ്പം 3 മണി വരെ ഫാം ഇന്നുണ്ട്. ചിലപ്പോഴേ പോകത്തുള്ളൂ, ചിലപ്പോൾ പോകത്തില്ല, അറിയാൻ വയ്യ. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഞങ്ങളെ ക്ലാസ്സിനകത്ത് ഇരുത്തും, ഫാമിലോട്ടൊന്നും വിടൂല. പിന്നെ ചൂടുമാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാനും വൈകിട്ടില്ല. നല്ല വെയിലുണ്ട് ഇപ്പം. പിന്നെ എൻ്റെ പറച്ചിലിൽ നിന്ന് മഴ പെയ്യുമോ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ഇറങ്ങാൻ പോവാണ്. ഞാൻ ലഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണെന്ന് ഉച്ചയ്ക്കൊക്കെ. സോ അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോകാം ഗൈസ്. കം ടു ബിക്കം വെറ്റിനറിയൻസ്, ഫോഴ്സ് ടു ബിക്കം ഹെയർ സ്റ്റൈലിസ്റ്റ്. മഴക്കോളുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് കോളേജിൽ നിന്ന് വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫാർമക്കോളജി ആയിരുന്നു പ്രാക്ടിക്കൽ 1 to 3. പക്ഷേ ഞങ്ങൾ നേരത്തെ വിട്ടു, ഒരു 2:45 ആയിട്ടിപ്പോൾ വിട്ടു. അപ്പോൾ അതുവരെ ഉള്ളായിരുന്നു. അപ്പം ഞാനിപ്പോൾ വന്ന് മേല് കുളിച്ചു, ഫ്രഷായിട്ട് എനിക്ക് ഈ വീഡിയോസ് എല്ലാം ഇനി എഡിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. നാളെ ഞങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ കുറച്ച് സ്ലോ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്ന് അത്രയ്ക്ക് വീഡിയോസ് എടുക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക്, എനിക്കങ്ങനെ തോന്നിയില്ല വീഡിയോസ് എടുക്കാൻ. സോ അതുകൊണ്ട് അത്രയൊന്നും ഞാൻ എടുത്തിട്ടും ഇല്ല എന്നാണ് തോന്നുന്നത്. പോകുന്നേ മരുന്നേക്ക് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ, ഒന്നും അങ്ങനെ എടുക്കാൻ തോന്നിയില്ല. ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കില്ല. പക്ഷെ രാവിലെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മേ ബി ഇറ്റ്സ് ദ വെദർ, ഐ ഡോണ്ട് നോ. രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ല വെയിലുണ്ടെന്ന്. ഇപ്പോൾ കുറച്ച് കാറ്റും ഇതൊക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും ഒരു നല്ല അന്തരീക്ഷമാണ് ഇഷ്ടം. എനിക്ക് ഒത്തിരി വെയിലൊന്നും ഇഷ്ടമല്ല, ഒത്തിരി ചൂട് ഇഷ്ടമല്ല, അങ്ങ് തണുപ്പും ഇഷ്ടമല്ല. ഐ വോണ്ട് ദാറ്റ് മൺസൂൺ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണോ അതാണ് എനിക്കിഷ്ടം. സോ ഇനി എനിക്ക് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം ഓരോ ഇത് ചെയ്യാൻ. പിന്നെ വരയ്ക്കാനുണ്ട്, അതും വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു. എനിക്കിന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ ഫാർമക്കോളജി ഇരുന്നപ്പോൾ സാറ് പഠിപ്പിക്കുന്നത് കൊണ്ടാണോ എന്തോന്നറിയില്ല, എനിക്ക് ഫാർമക്കോളജിയിൽ ഇരുന്നാൽ എനിക്ക് ഉറക്കമായിട്ട് തന്നെ വരുന്നു. ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. എനിക്ക് സീരിയസ്ലി എനിക്ക് ഒട്ടും പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടീച്ചിങ് സ്റ്റൈലാണ്. ബട്ട് ഐ ഡോണ്ട് നോ, എന്തായാലും നമുക്ക് സഹിച്ചാലേ പറ്റും. അപ്പം ഇവിടെ ഒരാളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സ്റ്റുഡൻസ് ഓരോരുത്തർ ചെയ്യുന്നത്. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് കാണിച്ചു തരാം.
ക്ഷമയില്ല, ഞാൻ ഒരു ടീം ക്ഷമയില്ല. ഇത് ഡിവോമറാണ് ഇവിടുത്തെ ഡോക്ടറിന് വേണ്ടി ആക്ച്വലി. And the main thing I love about this dewormer is actually ഇതാണ്. It's actually saying, can you see? നിങ്ങൾക്ക് കാണാമോ ഇത്? കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഇനീഷ്യേറ്റീവ് ഫോർ സ്ട്രെയ്സ് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ലൈക്ക് ഇത് സ്ട്രെയ്സിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി അവർ ഇറക്കിയ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ എം ജസ്റ്റ് ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ പപ്പീസിന് ഇപ്പോൾ ഡിവർമിങ് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു, എന്നിട്ട് വന്ന് ചായ ഇട്ടു. അപ്പം അവരുടെ ഒരു അത്യാവശ്യം ഭയങ്കര സാധനങ്ങളാട്ടോ. നമ്മൾ പിടിച്ചാൽ ഉടനെ കരയും. പിടിച്ചാൽ കരഞ്ഞിട്ട് എനിക്കൊന്ന് കുട്ടികൾ ഇവിടുത്തെ പിള്ളേരൊക്കെ പിടിച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ദേഹമൊക്കെ ഇഷ്ടപ്പെടാത്ത രീതി പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ബട്ട് പിടിച്ച വായിലോട്ട് വെച്ച് കൊടുത്തപ്പോൾ അങ്ങ് കരയുക. ഒറ്റ തുപ്പിക്കളഞ്ഞു. ഞാൻ പിന്നെയും പുറകിനും പോയി പിടിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു, ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അഹങ്കാരികളാകട്ടെ, ചെറിയ കുട്ടിക്കുറുമ്പൊക്കെ ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ എന്തായാലും കൊടുത്തു. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര ചെറിയ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും വന്നില്ല. ഒരു ചെറിയ മൂഡ് ഓഫ് എന്തോ മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. ബട്ട് രാവിലെ കുഴപ്പമില്ലായിരുന്നു. ഒരു കോളേജ് ചെല്ലുന്ന സമയം തൊട്ട് എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഞാൻ എണീറ്റത്. പക്ഷേ എന്തോ എനിക്കറിയില്ല, അത് എല്ലാ സമയത്തും നമ്മുടെ മൂഡ് ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പം ഡിവോം ടാബ്ലറ്റും കൊടുത്തു. ഇപ്പം ചായ ഇട്ടു. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ സ്ഥിരം എനിക്ക് വരയ്ക്കാനുള്ളതൊക്കെ ഇനി വരയ്ക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. 14th ഡേ ഓഫ് ചലഞ്ചാണ്. 2 ആഴ്ച ചെയ്ത് തുടങ്ങിയിട്ട്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് വീഡിയോ ഇടാൻ പറ്റുന്നതിലും സന്തോഷമുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ടു മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കണും അമർത്തുക. സോ നാളെ കാണുന്നവരെ ബൈ ഗൈസ്.